വയനാട് സുൽത്താൻ ബത്തേരിയിൽ അനാസ്ഥയുടെ സ്മാരകമായി നിലകൊള്ളുകയാണ് ടൂറിസം വകുപ്പിന് കീഴിലെ അതിഥി മന്ദിരം. കോടികൾ മുടക്കി നിർമ്മിച്ച മന്ദിരം ഇപ്പോൾ കാടുമൂടി ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ജില്ലയിൽ ടൂറിസം വകുപ്പിന് കീഴിലുള്ള ഏക അതിഥി മന്ദിരമാണ് നശിക്കുന്നത്. ഒരു പൊന്തക്കാട് കടന്നു വേണം ഈ അതിഥി മന്ദിരത്തിലെത്താൻ. ഇവിടുത്തെ അതിഥികൾ പാമ്പുകളും മറ്റുമൊക്കെയാണ്. പൊതുപണം എങ്ങനെ നശിപ്പിക്കാമെന്ന കാഴ്ച കാണണമെങ്കിൽ ബത്തേരിയിലേക്ക് വരാം. ബത്തേരി നഗരത്തിന് സമീപം ഊട്ടി റോഡരികിൽ 5 ഏക്കർ ഭൂമിയിലാണ് ഈ അതിഥി മന്ദിരം. 2010 നിർമ്മാണം തുടങ്ങിയതാണ്. 13 വർഷമായിട്ടും പണി പൂർത്തിയായിട്ടില്ല. നിർമ്മാണം പൂർത്തിയായാൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഗസ്റ്റ് ഹൗസുകളിൽ ഒന്നാകും ഇത്. 4 VIP റൂമുകളും 48 എക്സിക്യൂട്ടീവ് റൂമുകളും ഉൾപ്പെടെ 52 മുറികൾ, കൂടാതെ കോൺഫറൻസ് ഹാൾ, റെസ്റ്റോറന്റ് എന്നിവയുമുണ്ട്. ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനാണ് തറക്കല്ലിട്ടത്. ഇതിനകം 16 കോടി രൂപ ചിലവഴിച്ചു. നിർമ്മാണം പാതിവഴിയിൽ നിൽക്കുന്നതിനാൽ തേക്കുകൊണ്ടുള്ള വാതിലുകളും ഫർണിച്ചറുകളും അടക്കം ചിതലരിച്ചിട്ടുണ്ട്. സർക്കാരിന് വലിയ വരുമാനം ഉണ്ടാക്കാൻ കഴിയാവുന്ന, പ്രത്യേകിച്ച് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഭിമാനമായി മാറാവുന്ന ഒരു പദ്ധതിയാണ്, ഒരു കെട്ടിടമാണ് ഈ കാണുന്നത്. 5 ഏക്കറയോളം സ്ഥലം അനാഥമായി കിടക്കുന്ന ഈ ദുരവസ്ഥ, ഇത് പലതവണ ഈ വിഷയം പത്രങ്ങളിലൂടെയും ചാനലുകളിലൂടെയും ഒക്കെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു തരത്തിലുള്ള നടപടിയും ഇത് പുനരുദ്ധരിക്കാൻ വേണ്ടി സർക്കാർ കൈകൊള്ളുന്നില്ല എന്നുള്ളത് വലിയ പ്രതിഷേധാർഹമാണ്. ഫർണിച്ചർ, ലിഫ്റ്റ് തുടങ്ങിയവയാണ് പൂർത്തീകരിക്കേണ്ടത്. ഇത് എന്ന് പൂർത്തിയാകുമെന്ന കാര്യത്തിൽ ആർക്കും വ്യക്തതയില്ല. കാട് മൂടിയതിനാൽ ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമാണ് ഇവിടം. 2019 നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് കരുതിയ പദ്ധതിയാണ് പാതി വഴിയിൽ നിൽക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ ടൂറിസം പ്രതീക്ഷകളെക്കുറിച്ച് വാ തോരാതെ സംസാരിക്കുന്നവർ എന്നാണ് അടഞ്ഞുകിടക്കുന്ന ഈ പൂട്ട് തുറക്കുക എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. പ്രകാശൻ പള്ളത്തിനൊപ്പം ബത്തേരിയിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ടൂറിസം മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ പ്രധാന പരിഷ്കാരങ്ങളിലൊന്നായിരുന്നു സർക്കാർ വക റെസ്റ്റ് ഹൗസുകൾ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. കോടികളുടെ വരുമാനമാണ് അതുവഴി സർക്കാർ ഖജനാവിലേക്ക് എത്തിയത്. പ്രതിദിനം നിരവധി ടൂറിസ്റ്റുകൾ എത്തുന്ന വയനാട്ടിൽ സർക്കാർ അതിഥി മന്ദിരം ഇങ്ങനെ കാട് പിടിച്ചു കിടക്കുന്നത് സർക്കാരിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ടൂറിസ്റ്റുകളുടെയും പ്രതീക്ഷ. കേൾക്കാം പ്രതികരണം. കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ മുതൽ മുടക്കിയിട്ടുള്ളത്. കേരളത്തിലെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ അനാസ്ഥ, ഈ ജനങ്ങളുടെ നികുതി പണം കൊള്ളയടിക്കുന്ന ഉദ്യോഗസ്ഥരുടെ അനീതി, ഇതൊരിക്കലും അംഗീകരിക്കാവുന്നതല്ല. ഇത് നവീകരണത്തിൻ്റെ പേര് പറഞ്ഞ് 2010 കോടികൾ ഫണ്ട് അനുവദിച്ച് ഈ പകുതി പണികൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ഹൈവേയിൽ 5 ഏക്കർ സ്ഥലം ഇതിനു വേണ്ടി ഇവിടെ ഗവൺമെൻറ്റിൻ്റെ പേരിലുണ്ട്. പക്ഷേ ഇതുവരെ ഒരു നടപടിയും ഇതിൻ്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടില്ല. കോടിക്കണക്കിന് രൂപയുടെ ഫർണിച്ചറും സാധനങ്ങളുമാണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ ജനങ്ങളുടെ വലിയൊരു രോഷം തന്നെ ടൂറിസം മേഖലയിൽ ഉണ്ട്. ടൂറിസം മേഖല അടിയന്തരമായി ഇടപെട്ട് ഇതിന് വേണ്ട നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.